നമസ്കാരം. ഇതാ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. സാധാരണയായി ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം നല്ല നിലയിലല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ശരിക്കും ചൊവ്വയെ അങ്ങനെ ഭയക്കേണ്ടതില്ല എന്ന് തന്നെ പറയാം. ചൊവ്വ നല്ല നിലയിലാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ചൊവ്വ മൂലം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നുചേരും. ഇപ്പോൾ ഇതാ ജൂലൈ 28-ന് ചൊവ്വ കന്നി രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ രാശി മാറ്റത്തിലൂടെ മാലിക രാജയോഗം രൂപപ്പെട്ടിരുന്നു. സാധാരണ രാജയോഗങ്ങൾക്ക് സമാനമായ ഒന്നാണ് മാലിക യോഗം എന്ന് പറയുന്നത്. ചൊവ്വയ്ക്ക് പിന്നിലായി, അതായത് ചൊവ്വാഗ്രഹത്തിന് പിന്നിലായി നിരവധി ഗ്രഹങ്ങൾ അണിനിരക്കുമ്പോൾ, ഒരു മാല പോലെ അണിനിരക്കുമ്പോഴാണ് ഈ യോഗത്തിനെ മാലിക യോഗം എന്ന് പറയുന്നത്. ഇത്തവണ മാലിക യോഗത്തിലൂടെ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം. ഈ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ രാശി കർക്കടകൻ രാശിയാണ്. പുണർദം, പൂയം, ആയില്യം. മാലിക യോഗത്തിൽ ഇവർക്ക് വളരെ നല്ല കാലമാണ്. ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക നില നല്ല രീതിയിൽ ശക്തിപ്പെടും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ വരുമാന മാർഗ്ഗങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് തൊഴിൽ മേഖലയിലാവട്ടെ ബിസിനസ് മേഖലയിലാവട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറാൻ പോകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. അതായത് സാമ്പത്തികമായിട്ടുള്ള എന്ത് തടസ്സങ്ങൾ അനുഭവിച്ചോ ആ സാമ്പത്തിക മുട്ട് നിങ്ങളിൽ നിന്നും മാറിക്കിട്ടി നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരാൻ ചൊവ്വയുടെ അനുഗ്രഹം മൂലം വന്നു ചേർന്നിരിക്കുന്ന മാലിക രാജയോഗത്താൽ സാധിക്കും. ഇവരുടെ മനം പോലെ എല്ലാ കാര്യങ്ങളും നടക്കാനുള്ള അവസരവും ഇനി ഒരുങ്ങിക്കിട്ടും. ജീവിതത്തിൽ ഇനി സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം. തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്ന ഈ 3 നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. മാലിക രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്ന് തന്നെ പറയാം. അത്രയധികം ഭാഗ്യമായിട്ടാണ് തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ മാലിക രാജയോഗം തെളിഞ്ഞു വന്നിരിക്കുന്നത്. ചൊവ്വ അത്രയ്ക്ക് അനുകൂലമായി നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന രീതിയിൽ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന രീതിയിൽ വന്നു ചേർന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗ്യയോഗം അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് മടിച്ചിരിക്കാതെ നിങ്ങളുടെ കഴിവ് പൂർണ്ണമായി ഏത് മേഖലയിൽ നിങ്ങളത് അർപ്പിച്ചുകൊണ്ട്, അതായത് പൂർണ്ണ ബോധത്തോടു കൂടി, പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി, ഉറച്ച തീരുമാനത്തോടു കൂടി അർപ്പിക്കുന്നു, അതിൽ നിങ്ങൾക്ക് പൂർണ്ണ വിജയം ഉറപ്പാണ്. അതിൽ സംശയം വേണ്ട. ജീവിതത്തിൽ വിജയം സ്വന്തമാക്കാനാകും എല്ലാ കാര്യങ്ങളിലും. നിങ്ങളുടെ വരുമാനമൊക്കെ ഇനി ഇരട്ടിയാകും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ നിങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്തത് മകരൻ രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. മകരൻ രാശിക്കാർക്ക് ഈ ഒരു മാലിക രാജയോഗത്തിലൂടെ സവിശേഷമായ സാമ്പത്തിക നേട്ടം വന്നു ചേരും. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന രീതിയിൽ, സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങൾക്ക് വഴിയൊരുക്കും. വരുമാനം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. ഇതുവരെ എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സമായിരുന്നു മകരൻ രാശിക്കാരുടെ മുൻപിൽ. ഇനി ആ തടസ്സങ്ങളൊക്കെ മാറി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ വിജയം വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സാമ്പത്തിക നേട്ടമുണ്ടാകും. ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി മറിയും. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന രീതിയിലാണ്. അതൊക്കെ മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ പ്രണയിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ പ്രണയബന്ധം വിവാഹത്തിലേക്ക് വഴിതെളിയും. അതുമൂലം നല്ലൊരു കുടുംബജീവിതം നയിക്കാനും സന്തോഷമായിട്ടുള്ളൊരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതവും നിങ്ങളെ കാത്തിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും.
കുടുംബാംഗങ്ങളുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. മാലിക രാജയോഗം, അതും ചൊവ്വയുടെ അനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്ന ഈ രാജയോഗം ഈ 3 രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഇനി സൃഷ്ടിക്കും. ഇനി ജീവിതം രക്ഷപ്പെടും.